ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുയുടെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അല്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷവും ജനറൽ പ്രമോയൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് കാത്തിരിക്കുകയാണ്. നമ്മുടെ രേവതിയും സച്ചിയും കൂടെ പോയിരിക്കുന്നത് മുത്തശ്ശിയുടെ അടുത്തേക്കാണ്. അതുകൊണ്ട് തന്നെ തിരിച്ചു വരുന്ന രേവതിയും സച്ചിയും എങ്ങനെയായിരിക്കും? പോയതുപോലെ ആയിരിക്കുമോ തിരിച്ചു വരുന്നത്? അതെയോ രണ്ടുപേരും ഒരു മനസ്സോടുകൂടി സ്നേഹിച്ച് ഭാര്യയും ഭർത്താവുമായിട്ട് തിരിച്ചു വരുമോ? ഏതായാലും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് തിരിച്ചു വരാൻ പോകുന്നത്. നമ്മുടെ മുത്തശ്ശി സച്ചിയുടെ മനസ്സ് മാറ്റിയെടുക്കും കേട്ടോ. മുത്തശ്ശിയുടെ ഓരോരോ ഉപദേശങ്ങൾ അത് രേവതി സച്ചിയുടെ മനസ്സ് മാറ്റിയെടുക്കും. അങ്ങനെ നമ്മുടെ രേവതിയും മുത്തശ്ശിയും കൂടെ സച്ചിനെ വീഴ്ത്തി നമ്മുടെ രേവതിയുടെ മുമ്പിൽ മുട്ടുകുത്തിക്കും. ആ ഒരവസ്ഥയിലാണ് നമ്മുടെ സച്ചിനെ ആക്കി തീർക്കാൻ പോകുന്നത്. അപ്പം അതിലേക്കുള്ള കുറച്ച് കാരണങ്ങളും പിന്നെ ഇനി വേറെ ഒന്നുമല്ല, നമ്മുടെ ചന്ദ്രയുടെ ആ ഒരു പുറപ്പെടൽ എന്നൊക്കെ വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. എന്തിനുള്ള പുറപ്പെടൽ? സ്വന്തം വീടിൻ്റെ പ്രമാണം പണയം വെച്ചിട്ട് 10 ലക്ഷം രൂപ എടുത്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആർക്ക്? നമ്മുടെ ശ്രുതിക്ക്. ഏതായാലും ശ്രുതി വരച്ച വരയിൽ തന്നെ ചന്ദ്ര നിൽക്കുകയാണ്. ശ്രുതി ചന്ദ്രനെ വീഴ്ത്തി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അങ്ങോട്ടേക്ക് സ്ത്രീധനം കൊടുത്ത് വിവാഹം കഴിക്കുന്ന ആ ഒരു ഏർപ്പാടാണോ പൊതുവേ നമ്മുടെ സമൂഹത്തിലുള്ളത്. പക്ഷേ അതിൽ നിന്നും നമ്മുടെ ശ്രുതി കാണിക്കുന്നത് ശ്രുതി ഇങ്ങോട്ടേക്ക് പൈസ മേടിച്ച് വിവാഹം കഴിക്കുകയാണ്. അപ്പം അതിനൊരു പ്രത്യേക കഴിവ് തന്നെ വേണം ശ്രുതിക്ക്. ആ കഴിവ് നമ്മുടെ ശ്രുതിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ചന്ദ്രയ്ക്ക് ചേരുന്ന ഒരു മരുമകൾ തന്നെയാണ്. ചന്ദ്രയെ ഇത്ര വരപ്പിക്കാൻ പറ്റിയ ഒരു മരുമകൾ തന്നെയാണ് നമ്മുടെ ശ്രുതി എന്ന് പറയുന്നത്. ഏതായാലും ശ്രുതിയെക്കൊണ്ട് നല്ലതൊന്നും ചന്ദ്രയ്ക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. ഈ ചന്ദ്ര പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ശ്രുതി കാരണം ചന്ദ്രയ്ക്ക് ഇനി അങ്ങോട്ടേക്ക് തലവേദന തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ ആട്ടോ നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അതിനിടയിൽ വേറൊരു ചെറിയൊരു കണക്ഷനും കൂടെ വരാൻ പോവുകയാണ്. നമ്മുടെ സച്ചിയുടെ ഇളയ അനിയനുണ്ടല്ലോ, ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ച അനിയൻ. അപ്പോൾ ആ അനിയൻ വരികയും ആ അനിയന് ഒരു പെണ്ണുമായിട്ട് പ്രണയത്തിലാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു പ്രണയത്തിലാകുന്ന പെണ്ണ് എന്ന് പറഞ്ഞാൽ വലിയൊരു വീട്ടിലെ കോടീശ്വരിയായ ഒരു പെണ്ണ് തന്നെയാണ്. നമ്മുടെ ആരെ പോലെയാ? ശ്രുതിനെ പോലെ ഡ്യൂപ്ലിക്കേറ്റ് കോടീശ്വരിയൊന്നും അല്ല. ഇത് ഒറിജിനൽ കോടീശ്വരി എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം വേറൊന്നുമല്ല, നമ്മുടെ രവീന്ദ്രൻ്റെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ അവിടുത്തെ വലിയൊരു ഓഫീസറുടെ മകളാണ്. ആ ഓഫീസർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കാം. അന്ന് വിരമിക്കൽ ചടങ്ങിൻ്റെ അന്ന്, അതായത് നമ്മുടെ ഈ കുറേ എപ്പിസോഡുകൾക്ക് മുമ്പ് വിരമിക്കൽ ചടങ്ങിൻ്റെ അന്ന് നമ്മുടെ സച്ചു ഒരു അടിയൊക്കെ കൊടുത്തായിരുന്നു അയാൾക്കിട്ട്. അപ്പോൾ അയാളുടെ മകളാണ് നമ്മുടെ സച്ചിയുടെയൊക്കെ, അതായത് ചന്ദ്രയുടെയും രവീന്ദ്രൻ്റെയും ഏറ്റവും ഇളയ മകനെ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണ്. അവർ തമ്മിൽ പ്രണയത്തിലാവുകട്ടോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും നമ്മൾ കാണാൻ പോകുന്നുണ്ട്. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന സീന് നമ്മുടെ രവീന്ദ്രനുണ്ടല്ലോ, മുത്തശ്ശീനെ വിളിച്ച് പറയുകയാണ്. അതായത് രവീന്ദ്രൻ്റെ അമ്മേനെ വിളിച്ച് പറയുകയാണ്, അമ്മ അവരിവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മോൻ പേടിക്കുമൊന്നും വേണ്ട, മോന് ഒരു പേടിയും വേണ്ട. ഇനി അങ്ങോട്ടേക്ക് വരാൻ പോകുന്ന സച്ചിയും രേവതിയും പുതിയ സച്ചിയും രേവതിയും ആയിരിക്കും. ഭാര്യയും ഭർത്താവുമായിട്ടായിരിക്കും അവർ തിരിച്ചു വരുന്നത്. അത് കാണാൻ വേണ്ടി മോൻ റെഡി ആയിട്ടിരുന്നോളാൻ പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ നമ്മുടെ രവീന്ദ്രന് കുറച്ച് ആശ്വാസമൊക്കെ ഉണ്ട്. മുത്തശ്ശിയുടെ അടുത്ത് ഈ പറയുന്ന സച്ചിയുടെ അടവൊന്നും നടക്കില്ലെന്ന് രവീന്ദ്രൻ അറിയാം. പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചിയും രേവതിയും അതുപോലെ കൂട്ടുകാരനും കൂടി കാറിലും പോവുകയാണല്ലോ. അങ്ങനെ കാറിന് പോകുമ്പോൾ പെട്ടെന്ന് രേവതിയുടെ അനിയത്തീനെ കാണാൻ കേട്ടോ. അങ്ങനെ അനിയത്തീനെ കണ്ടതും അതേ നിർത്തിക്കെ ദേവു അവിടെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതി വണ്ടിയിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ലോക്ക് എടുത്ത് ചാടി ഇറങ്ങി ഓടാൻ തുടങ്ങിയപ്പോഴത്തേക്കും സച്ചു പറഞ്ഞു, അതെ പതിയെ ആ ലോക്കേ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലേ അതൊക്കെ മാറ്റി വെക്കണേ, എത്ര രൂപയാണെന്നറിയാമോ? ഞാൻ തുറന്നു തരാമെന്ന് പറയുക. അങ്ങനെ നമ്മുടെ രേവതി ഇറങ്ങാൻ വേണ്ടി സച്ചി ഡോറൊക്കെ തുറന്നു കൊടുത്തു. അങ്ങനെ ഓടി രേവതി ചെന്നു ദേവുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അതേ മോളെ ഞാൻ പോവുക. നിങ്ങൾ പോകാൻ റെഡിയായോ? അതെ ഞാൻ പോവുക, ഇപ്പം പോകുന്ന ഭാഗമാണ്.
ഏതായാലും കാറിനല്ല പോകുന്നത്, ബസ്സിനാണ് പോകുന്നത്. ബസ്സിനോ? അത്രയും ദൂരത്തോ? അത്രയും ദൂരത്ത് ബസ്സിന് പോയാൽ ഇപ്പം എന്താ പ്രശ്നം ഇരിക്കുന്നത്? പിന്നെ ഞാൻ വീട്ടിലേക്ക് വരണം എന്നൊക്കെ ഓർത്തിരുന്നതായിരുന്നു, അമ്മേനെ ഒന്ന് കണ്ടിട്ട് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സാധിച്ചില്ല, പെട്ടെന്നെല്ലാം തീരുമാനമൊക്കെ എടുത്തത്. അതൊന്നും സാരമില്ല ചേച്ചി. അല്ല, ഇനിയിപ്പോൾ പൂ കെട്ടാൻ ഒരാഴ്ചത്തേക്ക് ഞാൻ കാണില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യുക, അപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്ക് ഒരു 100 രൂപ കൊടുത്താൽ മതി. ചേച്ചി പൂ കെട്ടി തന്നോളും. ഒരു 100-200 രൂപ അങ്ങ് കൊടുത്തേക്ക്. പിന്നെ നിൻ്റെ പഠിപ്പൊന്നും നീ നിർത്തിക്കളയല്ലോ കേട്ടോ. പൂ കെട്ടുന്ന ആ ഒരു സമയം വേസ്റ്റായി പോവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിക്ക് കൊടുത്താൽ മതി. ആ സമയത്ത് നീ ഇരുന്ന് പഠിച്ചോണം എന്നൊക്കെ പറഞ്ഞപ്പം ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട. ചേച്ചി ഹണിമൂൺ ആഘോഷിച്ചിട്ട് വാ. ഹണിമൂണോ? എൻ്റെ പൊന്നുമോളെ, ഇതിന് ഹണിമൂണൊന്നൊന്നും പറയാൻ പറ്റില്ല. സത്യമായിട്ട് ഞാൻ എൻ്റെ ജീവൻ പണയം വെച്ചാൽ പോകുന്നത് എന്നൊക്കെ പറയുക. അതെന്താ ചേച്ചി അങ്ങനെ പറയുന്നത്? അല്ല, ഇയാളുടെ കൂടെയാണല്ലോ പോകുന്നത്, പിന്നെ ജീവൻ പണയം വെക്കാതെ ഇരിക്കുമോ? ബസ്സിൽ കയറി ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ കാണിച്ചു കൂട്ടുമെന്നൊന്നും എനിക്കറിയില്ല. അവിടം വരെ ചെല്ലുന്നത് വരെ എൻ്റെ ജീവൻ ഞാൻ പണയം വെച്ചാൽ പോകുന്നത് എന്നൊക്കെ പറഞ്ഞപ്പം ദേവ് പറഞ്ഞു, വേണ്ട ചേച്ചി, ഇങ്ങനെയൊന്നും പറയണ്ട. സച്ചേട്ടൻ പാവമാണെന്ന് ഞങ്ങൾക്കറിയാം. ചേച്ചി ചുമ്മാ സച്ചേട്ടനെ വെറുപ്പിക്കുന്ന രീതിയിൽ ഒന്നും പറയാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർ സംസാരിക്കുന്ന കണ്ടപ്പോഴത്തേക്കും കൂട്ടുകാരൻ പറഞ്ഞു, സച്ചിയോട് പറഞ്ഞു, അതെ നീ എന്താടാ ഇവിടെ നിൽക്കുന്നത്? എടാ, നിൻ്റെ അനീതിയും കൂടെ അല്ലടാ, നീ ചെന്ന് സംസാരിക്കടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അതൊന്നും സെറ്റാവില്ല, എനിക്ക് അങ്ങനെ സംസാരിക്കാനൊന്നും ഇഷ്ടമല്ല. എൻ്റെ പൊന്നട, എന്തുവാടാ നീ പറയുന്നത്? നീ ചെല്ല്, സംസാരിക്ക്. 2 വാക്ക് സംസാരിക്കുമ്പോൾ അവർക്ക് എന്തുമാത്രം സന്തോഷമാകുന്നോ, അല്ലെങ്കിൽ പിന്നെ നിൻ്റെ ഭാര്യയ്ക്ക് എന്തുമാത്രം സന്തോഷമാകുന്നോ? ഇങ്ങനെ വീട്ടുകാരെ സോപ്പിട്ടൊക്കെ നിന്നിട്ടുണ്ടല്ലേ ഭാര്യയ്ക്ക് നിന്നോടുള്ള സ്നേഹം കൂടുള്ളൂ എന്ന് പറഞ്ഞപ്പം, എനിക്ക് ആ സ്നേഹമൊന്നും വേണ്ട, ഉള്ള സ്നേഹമൊക്കെ തന്നെ ധാരാളം, ആകെ പെട്ടിരിക്കുക മനുഷ്യനൊരു കല്യാണം കഴിച്ച്. എടാ, അങ്ങനെ പറയാതെ നീ ചെല്ലടാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചിനെ നിർബന്ധിച്ച് കൂട്ടുകാരൻ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചു. ഇതേ സമയം ആയിക്കോട്ടെ, നമ്മുടെ ദേവു കുറച്ച് മുല്ലപ്പൂ ഒക്കെ എടുത്ത് തലയിൽ വെച്ച് കൊടുക്കുകയാണ്. രേവതിയുടെ തലയിൽ കുറച്ച് മുല്ലപ്പൂ ഇരിപ്പുണ്ട് കേട്ടോ. എന്നാലും ദേവു പറഞ്ഞു, കുറച്ചും കൂടെ മുല്ലപ്പൂ വെച്ചോണ്ട് പോ. ആദ്യമായിട്ട് നിങ്ങൾ രണ്ടും കൂടെ ഒരു യാത്ര പോകുന്നതല്ലേ, പുതുമണവാട്ടിയല്ലേ, അപ്പോൾ ഇച്ചിരി മുല്ലപ്പൂ ഒക്കെ വെച്ചോണ്ട് പോ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവു മുല്ലപ്പൂ ഒക്കെ ഇങ്ങനെ ചൂടിച്ചു കൊടുത്തപ്പോഴത്തേക്കും സച്ചി അടുത്തേക്ക് വന്നിട്ട് മുല്ലപ്പൂവിൻ്റെ പൈസ, എന്നാ ദേവു മുല്ലപ്പൂവിൻ്റെ പൈസ എന്ന് പറഞ്ഞു. എന്താ ഏട്ടാ ഈ കാണിക്കുന്നത്? മുല്ലപ്പൂവിൻ്റെ പൈസയോ? അതെന്തിനാ? ഇതേ ഒരു ബിസിനസ് അല്ലേ. അത് നിൻ്റെ അമ്മയ്ക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഇത് ഒരു ബിസിനസ്സാണ്. അപ്പോൾ അതിൽ നിന്ന് കൊടുക്കുമ്പോഴേക്കും ആ പൈസ കൊടുക്കാനുള്ള ആ പൈസ മേടിക്കാനുള്ള ആ ഒരിതും നീ കാണിക്കണം. അതല്ലാതെ വെറുതെ ഇങ്ങനെ എല്ലാവർക്കും വാരിക്കോരി കൊടുക്കാനുള്ള സാധനമല്ലല്ലോ. നീ ഇത് കച്ചവടം ചെയ്യാൻ വേണ്ടി കൊണ്ട് നടക്കുന്നതല്ലേ. എൻ്റെ ചേച്ചിക്കൊരു മുല്ലപ്പൂ കൊടുക്കുന്നതിനാണോ ഇത്രയൊക്കെ സച്ചേട്ടൻ പറയുന്നത്? ചേച്ചിക്കാണെങ്കിലും അനിയത്തിക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും ബിസിനസ് തന്നെയാണ്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഏട്ടനോട്. ഇപ്പം ഏട്ടനെ ഞാൻ വഴിക്ക് വെച്ച് കണ്ടു. അപ്പം ഏട്ടൻ്റെ കാറിൽ എന്നെ ഒന്ന് കയറ്റിക്കൊണ്ട് വീട്ടിൽ കൊണ്ടാക്കി. ഏട്ടൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുമോ? മേടിക്കും. പിന്നെ മേടിക്കാതെ എനിക്ക് CC അടയ്ക്കേണ്ടതാ. അപ്പം ഞാൻ എൻ്റെ ടാക്സി വെറുതെ ഇട്ടേക്കണല്ല, ഓടാനിട്ടേക്കുന്ന. നിൻ്റെ അടുത്ത് വരെ വരണമെങ്കിൽ, വീട്ടിൽ വരെ വരണമെങ്കിൽ എത്ര രൂപയാവുമോ അത്രയും പെട്രോളിനുള്ള പൈസ ഞാൻ മേടിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ സച്ചി അങ്ങ് പോവുകയാണ് കേട്ടോ. ഈ പൈസ നിർബന്ധിച്ച് ഏൽപ്പിക്കുകയാണ്. അപ്പം ഇതിനിടയിൽ വേറൊരു സംഭവമുണ്ട്. നമ്മുടെ പലിശക്കാരൻ നമ്മുടെ സച്ചിനെയും രേവതിനെയൊക്കെ ഇങ്ങനെ കാണുകയാണ്. അപ്പം പലിശക്കാരൻ്റെ വേറൊരു കൂട്ടുകാരനും ഉണ്ട് കേട്ടോ. അങ്ങനെ പലിശക്കാരൻ്റെ കൂട്ടുകാരൻ പറയാ, എൻ്റെ പൊന്ന് അണ്ണാ, നമുക്ക് പോയി ഒന്ന് മുട്ടിയാലോ? ഇപ്പം പറ്റിയ സമയമാണ്, അറിയാലോ. പലിശക്കാരൊന്നും നമുക്കിപ്പോൾ പലിശ തരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നിലയും വിലയും പോയിട്ടിരിക്കുക. നമ്മുടെ നിലയും വിലയും ഉറപ്പിക്കാൻ വേണ്ടി അവനെ ഒന്ന് പോയി മുട്ടിയാലോ എന്ന് പറയുമ്പോഴത്തേക്കും, അത് ശരിയാ, ഒന്ന് പോയി മുട്ടായിരുന്നു. വേണ്ടടാ, ഇപ്പം വേണ്ട, ഇത് ശരിയാവില്ല, നമുക്കൊരു അവസരം കിട്ടും, അപ്പം നമുക്ക് മുട്ടാന്നും പറഞ്ഞ് അവരങ്ങോട്ട് ഒഴിഞ്ഞു മാറിയിട്ടോ. കാരണം വേറൊന്നുമല്ല, പലിശക്കാരന് പേടി തന്നെയാണ് ഗജാനന്ദന് പേടി തന്നെയാണ് നമ്മുടെ സച്ചിന്. അപ്പോൾ അതുകൊണ്ടാണൊന്ന് വലിഞ്ഞു മാറിയത്. ഏതായാലും ഈ ഒരു സീനൊക്കെ കാണിച്ച് പൈസയൊക്കെ നിർബന്ധിച്ച് നമ്മുടെ ദേവുവിനെ കൊണ്ട് പിടിപ്പിച്ചു സച്ചി. എന്നിട്ട് അവർ നേരെ പോവുകയാണ് കേട്ടോ. കാറിൽ കയറി പോവുകയാണ് നമ്മുടെ രേവതിയും സച്ചിയുടെ കൂട്ടുകാരനും. അപ്പോൾ ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രുതിനെയാണ്. അപ്പോൾ ശ്രുതി ഒരു കടയൊക്കെ പോയി കണ്ട് അതെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അതെല്ലാം സെറ്റാക്കി വെച്ചതുകൊണ്ട് തന്നെ കൂട്ടുകാർ ചോദിച്ചു, അല്ലടി നമുക്കിന്ന് 4 മണിക്ക് അഡ്വാൻസ് കൊടുക്കണം എന്നല്ലേ പറഞ്ഞത്, അതിന് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടോടി എന്ന് ചോദിച്ചപ്പം, അത് ശരിയാ, നമ്മുടെ ഈ പൈസയില്ല, പക്ഷേ പൈസ ഉണ്ടാക്കാനുള്ള ഒരു വഴിയാണല്ലോ ഞാൻ കണ്ടുവച്ചിരിക്കുന്നത്. എന്ത് വഴിയാണ് നീ കണ്ടുവച്ചിരിക്കുന്നത്? നിൻ്റെ അമ്മായിയമ്മ ഇത്ര പെട്ടെന്ന് 10 ലക്ഷം രൂപ എടുത്ത് തരുമോ? അതൊന്നും എനിക്കറിയില്ല, ഏതായാലും ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് നേരെ ചന്ദ്രനെ വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചന്ദ്രനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് കോള് വരുന്നതേ പേടിയാട്ടോ.
ഇനിയിപ്പം ശ്രുതി പിന്മാറാമല്ലോ ആണോ എന്നറിയില്ലല്ലോ. അങ്ങനെ കോള് വന്ന ഉടനെ നമ്മുടെ ചന്ദ്ര എടുത്തിട്ട് എന്താ മോളെ, എന്താ ശ്രുതി മോളെ വിളിച്ചത്? അത് പിന്നെ അമ്മേ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതായിരുന്നു. ഏതായാലും വിവാഹം ചിലപ്പോൾ നീട്ടി വെക്കേണ്ടി വരും. ഞങ്ങളൊരു കടയൊക്കെ പോയി കണ്ടിരുന്നു. ആ കടയ്ക്ക് ഇന്ന് വൈകിട്ട് തന്നെ 10 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അത് കൊടുത്തില്ലെങ്കിൽ ഇപ്പോൾ ആകെപ്പാടെ പ്രശ്നമാകും അമ്മേ. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ഞാൻ കട എന്ന സ്വപ്നം വേണ്ടാന്ന് വെച്ചു. അപ്പം കട ഇപ്പം തൽക്കാലം വിടുന്നില്ല. അപ്പം നമുക്ക് കല്യാണം ഒന്ന് 1 വർഷത്തേക്ക് മാറ്റി വെക്കാം. ഞാൻ മാറ്റി വെക്കാമെന്ന് പറയുന്നു. പിന്നെ നിങ്ങളുടെ മകന് വേറെ വിവാഹം അതിനിടയിൽ വരുവാണെങ്കിൽ ഓക്കെ, നിങ്ങൾ സെറ്റാക്കിക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും മോൾ എന്താ മോളെ ഈ പറയുന്നത്? അല്ലമ്മേ, അമ്മയുടെ മരുമകളായിട്ട് കയറി വരാൻ എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, എൻ്റെ അവസ്ഥ ഇതായി പോയില്ലേ. നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ പൈസ മേടിക്കുക എന്ന് പറഞ്ഞാൽ അതെനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, അമ്മ ഫോൺ വെച്ചോ, എനിക്കിതിനെക്കുറിച്ച് ഇനിയിപ്പോൾ വേറൊന്നും സംസാരിക്കാനില്ലെന്ന് പറഞ്ഞപ്പോൾ മോള് ഫോൺ വെക്കാതെ മോള് നിൽക്കുക. മോക്ക് ഇന്ന് വൈകിട്ട് 10 ലക്ഷം രൂപ വേണം. അതുപോലെ മോക്ക് അതേതായാലും ഞാൻ വിളിക്കാം മോളേതായാലും ആ കടയുടെ അഡ്വാൻസ് അവരോട് വേണ്ടാന്നൊന്നും ചെന്ന് പറയണ്ട, നമുക്ക് ഒരു 4 മണിക്ക് മുമ്പ് അഡ്വാൻസ് കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോണും കട്ട് ചെയ്തു. ഏതായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് അങ്ങോട്ട് സന്തോഷമായി. ശ്രുതി അങ്ങ് സന്തോഷം കൊണ്ട് തുള്ളി ചാടുവാണ് അതിലേക്കൂടെ നടന്നു കേട്ടോ. കാരണം ശ്രുതിക്ക് ഇതിൽ പരം വേറെ എന്തെങ്കിലും വേണോ? അങ്ങനെ കൂട്ടുകാരിയായിട്ട് സന്തോഷമൊക്കെ പങ്കുവെക്കുന്നു. ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ ചന്ദ്ര ആ ഒരു പ്രമാണം വീട്ടിൽ നിന്നും രവീന്ദ്രൻ കാണാതെ തന്ത്രപൂർവ്വം അത് എടുക്കുകയാണ്. അങ്ങനെ തന്ത്രപൂർവ്വം എടുത്തുകൊണ്ട് വെളിയിലേക്ക് ചാടുന്ന ഉടനെ തന്നെ പെട്ടെന്ന് നമ്മുടെ ചന്ദ്രയുടെ ഇളയ മകൻ വരുന്നു. ഇളയ മകൻ വരുമ്പോഴത്തേക്കും അമ്മ ഇത് എങ്ങോട്ട് പോകാമെന്ന് ചോദിക്കുമ്പം അത് പിന്നെ മോനെ, ഞാൻ മോന് കുറച്ച് കോഴിയൊക്കെ മേടിക്കാൻ വേണ്ടി പോവാം, മോൻ വന്നതല്ലേ ദൂരേന്ന്, മോനെ ഏതായാലും കുറച്ച് കോഴിയും ചിക്കനും അതുപോലെ തന്നെ മട്ടനും ഒക്കെ മേടിക്കണം എന്ന് പറയുമ്പോൾ അമ്മ വേണ്ടമ്മേ, സത്യത്തിലേ ഞാൻ ഭയങ്കര ചൂടായിട്ടാണ് വന്നത്, ഇപ്പോൾ അതൊക്കെ തിന്നു കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും, അതുകൊണ്ട് എനിക്ക് വെജിറ്റബിൾ മാത്രം മതി, ഏതായാലും എനിക്ക് നോൺ വെജ് ഒന്നും വേണ്ട എന്നിങ്ങനെ പറഞ്ഞപ്പം എന്നാൽ പിന്നെ ഞാൻ പച്ചക്കറിയൊക്കെ മേടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് അവിടുന്ന് തട്ടിമുട്ടി എങ്ങനെയെങ്കിലും വെപ്രാളപ്പെട്ട് നമ്മുടെ രവീന്ദ്രനെ പറ്റിച്ചിട്ട് പ്രമാണം എടുത്തുകൊണ്ട് പോയി. ഏതായാലും പ്രമാണം എടുത്തുകൊണ്ട് പോയത് വേറെ എങ്ങോട്ടേക്കുമല്ല, ഒരു ഏജൻസിയാണ്. അപ്പോൾ അവിടെ കൊണ്ടുപോയി ഈ പ്രമാണം വെച്ചിട്ട് 10 ലക്ഷം രൂപ എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഭാമേനെയും കൂട്ടി അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ. കാരണം അവിടെ ഒരു സ്ത്രീ വരികയും ആ സ്ത്രീക്ക് പൈസ കൊടുക്കാതെ, പൈസ കറക്റ്റ് സമയത്ത് പലിശ കൊടുക്കാനില്ലാതെ വന്നപ്പോഴും സ്വന്തം കെട്ടുതാലി ഊരി മേടിക്കുകയാണ്. അവിടെ നിൽക്കുന്ന ആ ഒരു ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫൈനാൻസാണ്. അപ്പം ആ പുള്ളിക്കാരൻ പൈസ കൊടുക്കാനില്ല ആ പുള്ളിക്കാരിയുടെ കയ്യിൽ, അതുകൊണ്ട് കെട്ടുതാലി മേടിക്കുകയാണ്. കെട്ടുതാലി മേടിച്ചിട്ട് ആ പെണ്ണുപിള്ളേനെ അവിടെ ഇരുത്തി കരയിക്കുകയാണ്. അപ്പം ആ ഒരു സിറ്റുവേഷനാണ് അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രയും ഭാമയും വെളിയിൽ വന്നപ്പം അവർ ഡോർ അടച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഏതായാലും വലിയൊരു ഇതിൽ തന്നെയാണ് ചെന്ന് അകപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ചന്ദ്ര. അങ്ങനെ നെക്സ്റ്റ് അടുത്ത ആളെ കയറ്റി വിടുമെന്ന് പറയുന്നു. അങ്ങനെ അടുത്ത ആളെ കയറ്റി വിടുകയാണ് നമ്മുടെ ചന്ദ്രയാണ്. ചന്ദ്ര ഇങ്ങനെ ചെല്ലുന്നു, ഇങ്ങനെ പ്രമാണം കാണിക്കുന്നു. അപ്പോൾ അത് ആരുടെ പേരിലാണെന്നൊക്കെ ചെക്ക് ചെയ്യുന്നു. അങ്ങനെ അവിടെ നിന്ന് സെറ്റാക്കുകയാണ് ആ ഒരു 10 ലക്ഷം രൂപ. അയാൾ ആ ഒരു പ്രമാണം കണ്ടപ്പോൾ തന്നെ അത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ലക്ഷം രൂപയുടെ മുതലല്ല, 10, 50, 60 ലക്ഷം രൂപയുടെ മുതലുണ്ട് ആ വീട്. അപ്പോൾ ആ ഒരു പ്രമാണം, അപ്പം 10 ലക്ഷം രൂപ കൊടുത്താൽ ഇപ്പോൾ എന്താ പ്രശ്നം ഇരിക്കുന്നത്? അപ്പോൾ അയാൾ സിമ്പിളായിട്ട് 10 ലക്ഷം കൊടുത്തിട്ട് 3 മാസത്തിനുള്ളിൽ ഇത് കൊണ്ട് അടയ്ക്കണം എന്നാണ് പറഞ്ഞത്. നമ്മുടെ ചന്ദ്രയ്ക്ക് ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട്, എങ്കിലും ആ ഒരു പൈസ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് ഇറങ്ങി വന്ന് നേരെ നമ്മുടെ ശ്രുതിയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ് ആ പൈസ. ശ്രുതിക്കായിക്കോട്ടെ ഇതിൽ പരം സന്തോഷം വേറെ ഉണ്ടോ? നമ്മുടെ ശ്രുതി ആണെങ്കിൽ ആ പൈസ മേടിച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മേനെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് അഭിമാനമുണ്ട്. കാരണം ഇതുപോലൊരു അമ്മായിയമ്മേനെ എനിക്ക് കിട്ടിയല്ലോ. ഇതെൻ്റെ അമ്മായിയമ്മയല്ല, ഇതെൻ്റെ അമ്മയാണ്. നമുക്ക് 3 മാസത്തിനുള്ളിൽ ഇതെല്ലാം ക്ലിയർ ചെയ്യാം. നമ്മുടെ ബ്യൂട്ടി പാർലർ തുടങ്ങിക്കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം സെറ്റാക്കാം. അമ്മ തന്നെ വേണം ഇത് ഉദ്ഘാടനം ചെയ്യാനേ എന്നും പറഞ്ഞു. ചന്ദ്രയ്ക്ക് പിന്നെ ഇതിൽ പരം വേറെ ഉണ്ടോ? താനൊരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കേട്ടപ്പോഴത്തേക്കും ചന്ദ്ര അങ്ങ് പൊങ്ങിപ്പോയി. ഏതായാലും ആ വിധത്തിൽ കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രുതി കൊണ്ട് എത്തിച്ചു കേട്ടോ. ഏതായാലും ശ്വാസം നിലച്ച മട്ടിലാണ് നമ്മുടെ ചന്ദ്ര വീട്ടിൽ കയറി വരുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. കാരണം ചന്ദ്രയ്ക്ക് വേറെ ഒന്നുമല്ല, ആ പ്രമാണം പണയം വെച്ചപ്പം മുതൽ ചങ്കിടിപ്പാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്ര തിരിച്ചെത്തുമ്പോഴേക്കും പെട്ടെന്ന് സുധിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം സുധി പറഞ്ഞു, സാരമില്ലമ്മേ പോട്ടെ, ഇതെല്ലാം അവൾ ശരിയാക്കി തരാമെന്നല്ലേ പറഞ്ഞത്. എന്നോട് പറഞ്ഞായിരുന്നു ഇതുപോലെ ഒരു
അമ്മേനെ എനിക്ക് കിട്ടിയല്ലോ, അത് തന്നെ എൻ്റെ ഭാഗ്യം എന്നൊക്കെ അവൾ എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞായിരുന്നു ശ്രുതി. ഇത് മറ്റേ പെണ്ണിനെ പോലെ ഒന്നും അല്ലായിരിക്കും അമ്മയെന്നൊക്കെ പറഞ്ഞു. ഏതായാലും അങ്ങനെ രണ്ടുപേരും ആശ്വസിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിലായിട്ട് വേറെ കുറേ സംഭവങ്ങൾ നടക്കുകയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ സച്ചിയും രേവതിയും കൂടെ ബസ്സിൽ കയറി പോകുമ്പോഴേക്കും ഒരു വലിയ ട്വിസ്റ്റ് നടക്കുകയാണ്. വലിയ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ട്വിസ്റ്റാണ് കേട്ടോ. നമ്മുടെ ശ്രുതിയില്ലേ, ശ്രുതിയുടെ അമ്മേനെയും ശ്രുതിയുടെ മോനെയും കൂടെ കാണുകയാണ് വണ്ടിക്കകത്ത് വെച്ച്. അപ്പോൾ ഇവർ രണ്ടുപേരും അടുത്തടുത്തേക്ക് ഇരുന്നാട്ടോ പോകുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് സീനൊക്കെ കാണിക്കുന്നുണ്ട്. അടുത്തടുത്ത് ഇരുന്ന് പോകുന്നു. നമ്മുടെ രേവതി ഉറങ്ങി സച്ചിയുടെ തോളിലേക്ക് വീഴുന്നു. സച്ചിക്ക് അതൊരു അസ്വസ്ഥതയാകുന്നു. സച്ചി എണീറ്റ് നിൽക്കുന്നു. ലാസ്റ്റ് വേറൊരു സ്ത്രീനെ അവിടെ പിടിച്ചിരുത്തിയിട്ട്. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു കൊച്ചും ഈ ഒരു അമ്മയും കൂടെ കയറുന്നത്. ഈ ഒരു കൊച്ചും ഈ ഒരു അമ്മയും കൂടെ കയറുന്നു. അപ്പോൾ സച്ചിയുടെ സീറ്റ് ആ ഒരു അമ്മയ്ക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് മോനെയും കൊണ്ട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രേവതിയും ആ ഒരു നമ്മുടെ ശ്രുതിയുടെ അമ്മയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞ് കൂട്ടാവുകയാണ്. അപ്പം ആ കൊച്ച് നന്നായിട്ട് വർത്താനമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പം മോൻ്റെ പേരെന്താണ്, മോൻ്റെ അച്ഛൻ്റെ പേരെന്താ, അമ്മയുടെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അച്ഛനും അമ്മയും ഇല്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ വല്ലാണ്ടാവുകയാണ് രേവതിക്ക്. അങ്ങനെ രേവതി പറയുന്നുണ്ട്, സോറി ഞാൻ അങ്ങനെ അതെനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെയാന്ന് പറഞ്ഞപ്പം അതൊന്നും കുഴപ്പമില്ല മോളെ എന്ന് പറഞ്ഞു. അല്ല അപ്പോൾ വീട്ടിലാരൊക്കെയുണ്ട്? എനിക്ക് ഒരു ചേച്ചി ഉണ്ടെന്നൊക്കെ പറയുക, കാരണം അമ്മേനെ ചേച്ചി എന്നാണല്ലോ വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ കല്യാണമാണെന്നൊക്കെ കൊച്ചു പറയുന്നുണ്ട്. അപ്പം ആ സ്ത്രീയും പറയുകയാണ്, നമ്മുടെ ശ്രുതിയുടെ അമ്മയും പറയുന്നുണ്ട്, എൻ്റെ മോളുടെ കല്യാണം, അപ്പം ഞാൻ അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോയി, ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ പോകും, എൻ്റെ മോള് ചെന്നൈയിലാണ് താമസിക്കുന്നതെന്ന് പറയുമ്പോൾ ഞങ്ങളും ചെന്നൈയിലാണ് താമസിക്കുന്നതെന്നൊക്കെ ഇവരിങ്ങനെ സംസാരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും. എൻ്റെ മോൾക്കൊരു സാരി എടുക്കണമെന്ന് പറഞ്ഞപ്പം അതിനെന്താ ഞാൻ സെലക്ട് ചെയ്ത് തരാമല്ലോ, ഞാനൊരു കളർ പറയട്ടെ, മോളുടെ ഫോട്ടോ ഉണ്ട് എന്നെ കാണിക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് ഞാൻ ഒരു കളർ പറഞ്ഞു തരാം, ചേരുന്ന കളർ പറഞ്ഞു തരാം എന്നൊക്കെ പറയുന്നു. അങ്ങനെ ആ ഒരു ഫോട്ടോ കാണിക്കാൻ തുടങ്ങുന്ന ആ ഒരു സമയത്തുണ്ടല്ലോ, പക്ഷേ ആ ഒരു ഫോട്ടോ കാണിക്കാൻ പറ്റുന്നില്ല. കാരണം ആ ഒരു സമയത്ത് വണ്ടി പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുകയും ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ മേടിച്ച് ഫോട്ടോ കാണിക്കാൻ തുടങ്ങുന്ന സമയത്ത് ആ ഫോൺ തെറിച്ച് വീണ് പൊട്ടിപ്പോവുകയാണ്, സ്വിച്ച് ഓഫ് ആയി പോവുകയാണ് ഫോണ്. അങ്ങനെ ഫോട്ടോ കാണിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിൻ്റെ ഓരോരോ കളികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം. അങ്ങനെ ഏതായാലും അവിടെ ആ അമ്മയും മോനും ഇറങ്ങുന്നു. പക്ഷേ അത് ശ്രുതിയുടെ അമ്മയാണെന്നോ മകനാണെന്നോ ഒന്നും അറിയില്ല രേവതിക്ക്. കണ്ടു, സംസാരിച്ചു എന്ന ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇനിയും ഇവർ സീനുകളിൽ വരുന്നുണ്ട് കേട്ടോ. ഇനി ഇവർ നാട്ടിൽ വെച്ച് തന്നെ, അതായത് മുത്തശ്ശിയുടെ വീട്ടിൽ വെച്ച് തന്നെ ഇവരെ കാണുന്നുണ്ട്. അതായത് മുത്തശ്ശിയുടെ വീട്ടിൻ്റെ ഏകദേശം ആ ഒരു പരിസരത്ത് തന്നെയാണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ ഇവർ കാണുന്നു, ഇവർ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ശ്രുതിയുടെ അമ്മയും മകനുമാണെന്നൊന്നും അറിയുന്നില്ല. അതൊക്കെ വിവാഹത്തിന് ശേഷം പിന്നെ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ അറിയുന്നത്. അപ്പോൾ ഏതായാലും ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് വരാനിരിക്കുന്നത്. ഇതിനിടയിലായിട്ട് നമ്മുടെ സുധിയുടെയും സച്ചിയുടെയും അനിയന് ഒരു പെണ്ണുമായിട്ട് ചെറിയൊരു ഇതാവുന്നുണ്ട്, ഒരു ചെറിയൊരു സ്നേഹത്തിലാവുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശ്രുതിയുടെ അല്ല, നമ്മുടെ പിന്നെ കാണിക്കുന്നൊരു സീനെന്ന് പറഞ്ഞാൽ ഇവരുടെ ആ ഒരു വിവാഹം കുറിക്കുകയാണ് കേട്ടോ. വിവാഹം കുറിക്കാൻ വേണ്ടി അമ്പലത്തിൽ പൂജാരിനെ പോയി കാണുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോഴേക്കും രേവതിയുടെ അല്ല കേട്ടോ, സച്ചിയുടെയും സുധിയുടെയും അനിയനും ആണെങ്കിൽ അവിടെ ചെല്ലുന്നുണ്ട്. അപ്പോൾ അനിയന് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതിക്ക് ഉത്തരം മുട്ടിപ്പോവുകയാണ്. കാരണം എവിടെയാണ് സ്ഥലം, എവിടെയാണ് അച്ഛൻ ജോലി ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഉത്തരം മുട്ടിപ്പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ നമ്മുടെ ശ്രുതി രക്ഷപ്പെടുന്നുണ്ട്. ശ്രുതിക്ക് അറിയാമല്ലോ, കക്കാൻ പഠിച്ചത് കൊണ്ട് നിൽക്കാനും പഠിക്കും എന്നങ്ങാണ്ടൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ. അപ്പം അതും കൊണ്ട് തന്നെ അങ്ങനെ തടി തപ്പി പോരുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വിവാഹം കുറിക്കുന്ന ചടങ്ങിൻ്റെ ആ ഒരു സമയത്താണ് മറ്റൊരു പെൺകുട്ടിയുമായിട്ട് കണ്ടുമുട്ടുന്നത്. ആര്? നമ്മുടെ സച്ചിയുടെ അനിയന്, ഇളയ അനിയന് ഇവരുടെ. അത് ഞാൻ പറഞ്ഞല്ലോ, ആ പെൺകുട്ടി എന്ന് പറയുന്നത് നമ്മുടെ രവീന്ദ്രൻ്റെ അവിടുത്തെ ആ ഒരു വലിയൊരു ഓഫീസറുണ്ട്, ഓഫീസറുടെ മകളാണ്. പെട്ടെന്നൊരു സ്ത്രീ, അതായത് ഒരു വയസ്സായൊരു സ്ത്രീയെ സ്കൂട്ടറിൽ ചെന്നിട്ട് ഇടിച്ചു വീഴ്ത്തിയിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്കും നമ്മുടെ സച്ചിയുടെ അനിയനായിക്കോട്ടെ ആ പെണ്ണിനെ അവിടെ പിടിച്ച് നിർത്തുകയും പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അവരവിടെ നിന്ന് പരിചയപ്പെടുന്നത്. ആദ്യം ഇവർ ശത്രുക്കളാണ് കേട്ടോ. പതിയെ ഇവർ മിത്രങ്ങളും ആകും, പിന്നെ പ്രേമവും ആവും. അത് വിവാഹത്തിലാണ് ചെല്ലുന്നത്. അപ്പം അങ്ങനെയും കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ്. നമ്മുടെ സച്ചിയും രേവതിയും മുത്തശ്ശിയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മുത്തശ്ശി ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് സച്ചീനെ കൊണ്ട്. നമ്മുടെ രേവതിക്ക്
ഭക്ഷണം വരെ വാരി കൊടുക്കാൻ സച്ചിയോട് പറയുകയും സച്ചി അങ്ങനെ വാരി കൊടുക്കുകയും അവിടെ നിന്നാണ് സത്യം പറഞ്ഞാൽ സച്ചി രേവതിയുടെ മനസ്സ് തിരിച്ചറിയുന്നത്. അവർ ഭാര്യയും ഭർത്താവുമായിട്ട് തന്നെയാണ് തിരിച്ചു വരാനും പോകുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക, കുറേ ഏറെ ആയി പോയില്ലേ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അടുത്ത ആഴ്ചയിലെ ഫുൾ വിശേഷം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ.